Hey guys, it's me Ashwati and welcome back to our channel Mental Reels. So, ഇന്ത്യൻ ഇംഗ്ലീഷ് ഫിക്ഷനിൽ വരുന്ന ഒരു നോവലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എ ഫൈൻ ബാലൻസ് ബൈ റോഹിൻടൺ മിസ്ട്രി. ഓക്കെ, സോ ബിഫോർ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് ആരെങ്കിലും നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഓക്കെ, സോ എ ഫൈൻ ബാലൻസ് ബൈ റോഹിൻടൺ മിസ്ട്രി എന്ന് പറഞ്ഞാൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഇസ് എ ഹിസ്റ്ററിക്കൽ നോവൽ, അല്ലെങ്കിൽ ഒരു സോഷ്യൽ നോവലായിട്ട് നമുക്ക് പറയാം. അതുപോലെ തന്നെ ഒരു ഡയസ്പോറിക് നോവലായിട്ടും നമുക്ക് പറയാം. ഓക്കെ, സോ റോഹിൻടൺ മിസ്ട്രി എന്ന് പറഞ്ഞാൽ ഒരു ഇന്ത്യൻ കനേഡിയൻ റൈറ്ററാണ് ആൻഡ് ഹി ബിലോങ്സ് ടു ദ പാർസി കമ്മ്യൂണിറ്റി. ഓക്കെ, സോ അദ്ദേഹം മുംബൈയിലാണ് ജനിച്ചിട്ടുള്ളത്, പക്ഷേ ലേറ്റർ ഹി മൈഗ്രേറ്റഡ് ടു കാനഡ. അപ്പോൾ ഇദ്ദേഹത്തിന്റെ നോവൽസ് എന്ന് പറഞ്ഞാൽ കൂടുതലും നൊസ്റ്റാൾജിക് ആയിരിക്കും. അതായത് മുംബൈയിലെ സ്ട്രീറ്റ്സ്, അതുമാതിരി പാർസീസിന്റെ വേ ഓഫ് ലൈഫ്, അതുമാതിരി ഈ മുംബൈ സിറ്റിയിലുള്ള ആളുകളുടെ ജീവിതം, അവിടെ ഇന്ത്യൻ പൊളിറ്റിക്സ്, ഇതൊക്കെയാണ് ഇദ്ദേഹം കൂടുതലായിട്ടും ഡീൽ ചെയ്യുന്ന തീംസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഈ ഒരു നോവൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് സെറ്റ് ഡ്യൂറിങ് ദ സ്റ്റേറ്റ് ഓഫ് എമർജൻസി ഇൻ ഇന്ത്യ. അതായത് 1970s ആ ഒരു പീരിയഡിൽ ഇന്ദിരാഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയിട്ട് ഇരിക്കുമ്പോൾ സ്റ്റേറ്റ് ഓഫ് എമർജൻസി ഡിക്ലെയർ ചെയ്തിരുന്നു. ആ ഒരു പീരിയഡിലാണ് ഈ ഒരു നോവൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഇതിൻ്റെ ഒരു ഹിസ്റ്ററിക്കൽ ആയിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റ് പറയുകയാണെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ ടൈമിലുള്ള സ്റ്റേറ്റ് ഓഫ് എമർജൻസി കാരണം എന്തൊക്കെയാണ്, ഒരുപാട് ഫോഴ്സ്ഡ് സ്റ്റെറിലൈസേഷൻ പ്രോഗ്രാംസ്, അതുമാതിരി തന്നെ സ്ലം ബ്യൂട്ടിഫിക്കേഷൻ എന്നാണ് പറയുക. അതായത് സ്ലംസ് ഒക്കെ ഡിമോളിഷൻ, അതൊക്കെ കളയുക, അതുമാതിരി തന്നെ പോവേർട്ടി, ഇതൊക്കെ ഒരുപാട് കൂടിയിട്ടുള്ള ഒരു ടൈമായിരുന്നു. കറപ്ഷൻ, ഈ സ്റ്റേറ്റ് ഓഫ് എമർജൻസി എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു നോവലിൽ പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധിയാണെന്ന് പറയുന്നില്ല, പക്ഷേ ഡിസ്ക്രിപ്ഷൻ ഇറ്റ്സ് വെരി ക്ലിയർ ദാറ്റ് ഹീ ഈസ് റെഫറിങ് ടു ഇന്ദിരാഗാന്ധി. അതുപോലെ തന്നെ ഇതിൽ സിറ്റിനെയും നമുക്ക് നെയിം പറയുന്നില്ല, മുംബൈ സിറ്റി ആണെന്നുള്ളത്, പക്ഷേ ഒരു അൺഐഡന്റിഫൈഡ് സിറ്റി എന്നാണ് പറയുന്നത്, പക്ഷേ അത് മുംബൈ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ എനിവേ ദ സെറ്റിംഗ് എന്ന് പറയുന്നത് ഒരു അൺഐഡന്റിഫൈഡ് സിറ്റിയാണ്. അപ്പോൾ ടൈം പീരിയഡ് എന്ന് പറയുന്നത് 1970s, അതായത് സ്റ്റേറ്റ് ഓഫ് എമർജൻസി പീരിയഡാണ്. സോ ഈ ഒരു നോവൽ എന്ന് പറഞ്ഞാൽ ഇതിലൊരു പ്രലോഗ് വരുന്നുണ്ട്, പിന്നെ ഒരു 16 ചാപ്റ്റേഴ്സ് വരുന്നുണ്ട് ആൻഡ് ആൻ എപ്പിലോഗ്. ഇത്രയാണ് ഈ ഒരു നോവലിൽ വരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് 1947 തൊട്ടിട്ട് 1970s ഈ ഒരു സ്റ്റേറ്റ് ഓഫ് എമർജൻസി ആ പീരിയഡ് വരെയുള്ള ഇന്ത്യൻ സൊസൈറ്റിയുടെ ചേഞ്ചസ് ആണ് മെയിനായിട്ട് ഈ ഒരു നോവലിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം, ഇന്ത്യയുടെ കേസിലത്തെ ക്രൂവൽറ്റി, കറപ്ഷൻ, അതുമാതിരി ഡിഗ്നിറ്റി, ഹീറോയിസം, ഇതൊക്കെ ഈ ഒരു നോവലിൽ ഡെപ്പിക്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ 4 ക്യാരക്ടേഴ്സാണ് മേജറായിട്ട് 4 ക്യാരക്ടേഴ്സാണ് വരുന്നത്. ഈ 4 ക്യാരക്ടേഴ്സും ആദ്യം അവര് അറിയാത്ത 4 ആളുകളായിരുന്നു. പിന്നീട് അവരുടെ ഫ്രണ്ട്ഷിപ്പിലേക്ക് വരുന്നു. ഫ്രണ്ട്ഷിപ്പിൽ നിന്നും അവരൊരു ഫാമിലി തന്നെ ഫോം ചെയ്യാണ്. ഓക്കെ, സോ ഒരു ഇൻഹ്യൂമൻ സ്റ്റേറ്റ്, അതായത് ഭയങ്കര ഒരു മിസറബിൾ ലിവിങ് കണ്ടീഷൻസിലും എല്ലാം സഹിക്കാൻ കഴിയുന്ന ഒരു ഹ്യൂമൻ സ്പിരിറ്റിനെ ഈ ഒരു നോവൽ എടുത്തു കാണിക്കുന്നുണ്ട്. ഓക്കെ, ദ നോവൽ ക്രിയേറ്റ്സ് ആൻ എൻഡ്യൂറിംഗ് പാനോരമ ഓഫ് ദ ഹ്യൂമൻ സ്പിരിറ്റ് ഇൻ ആൻ ഇൻഹ്യൂമൻ സ്റ്റേറ്റ്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ഇതിലത്തെ മെയിൻ ക്യാരക്ടേഴ്സിനെ ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, സോ ക്യാരക്ടേഴ്സിന്റെ പേര് ഞാൻ ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. മേജർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ക്യാരക്ടർ ഇസ് ദീന ദലാൽ. ഓക്കെ, സോ ദീന ദലാൽ എന്ന് പറഞ്ഞാൽ ഒരു വിഡോ ആണ്, പിന്നെ ഒരു ടൈലറാണ്. ഓക്കെ, ഷി ബിലോങ്സ് ടു ദ പാർസി കമ്മ്യൂണിറ്റി. അപ്പോൾ ദീന ദലാൽ എന്ന് പറയുമ്പോൾ റസ്റ്റം എന്നുള്ള ഒരാളെ കല്യാണം കഴിച്ചു, പക്ഷെ ആഫ്റ്റർ 3 years ഓഫ് ഹാപ്പി മാരീഡ് ലൈഫ് ഹി വാസ് കിൽഡ് ഇൻ ആൻ ബൈസൈക്കിൾ ആക്സിഡന്റ്. ഓക്കെ, അപ്പോൾ ദിന വീഡോ ആയി മാറി. സോ ദിന വീഡോ ആയപ്പോൾ ദിനയ്ക്ക് പിന്നെ ആകെ ഒരു റിലേറ്റീവ് എന്ന് പറയുന്നത് അവളുടെ ബ്രദറാണ്. ഓക്കെ, ഹെർ ബ്രദർ നുസ്വാൻ. ഈ നുസ്വാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പ്ലോയിറ്റേറ്റീവും ഭയങ്കര കൺസർവേറ്റീവും ആയിട്ടുള്ള ഒരാളാണ്. ഓക്കെ, സോ ദിനയുടെ എഡ്യൂക്കേഷൻ അവൾക്ക് 12 വയസ്സുള്ളപ്പോൾ തന്നെ ഇയാള് സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ ദിനേനെ വെറും ഒരു വീട്ടിലെ ജോലി ചെയ്യുന്ന ഒരാളായിട്ട് മാത്രം ഒതുക്കി കൂട്ടി ഈ ഒരു നുസ്വാൻ എന്നുള്ള ബ്രദർ. അപ്പോൾ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ദിനയ്ക്ക് എങ്ങനെയും അത് ആ ഒരു ഒരു ഇൻഡിപെൻഡന്റ് ലൈഫ് ആണെന്ന് തോന്നുകയാണ്. അങ്ങനെ അവർ ടൈലറിങ് ഇതാക്കിയിട്ട് നുസ്വാന്റെ അടുത്തുനിന്ന് മാറി താമസിക്കുകയാണ്. ഒരു ഷാബി അപ്പാർട്ട്മെന്റ്, ഒരു വളരെ ചീപ്പായിട്ടുള്ള ഒരു അപ്പാർട്ട്മെന്റിലേക്ക് ഇവര് മാറി താമസിക്കുകയാണ്. ഓക്കെ, പിന്നെ വരുന്ന 2 ക്യാരക്ടേഴ്സ് ആണ് ഈശ്വർ ആൻഡ് ഓം പ്രകാശ്. ഓക്കെ, സോ ഈശ്വറിന്റെ നെവ്യൂ ആണ് ഈ പറയുന്ന ഓം പ്രകാശ്. ഓക്കെ, അതായത് ഈശ്വറിന്റെ ബ്രദർ നാരായണന്റെ മകനാണ് ഓം പ്രകാശ്. അപ്പോൾ ഇവരെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ബാക്ക്വേർഡ് കാസ്റ്റ് ഉണ്ട്, ചമാർ എന്ന് പറയുന്നത്. ആ കമ്മ്യൂണിറ്റിയിലത്തെ ആളുകളാണ് ഈശ്വറും ഓം പ്രകാശും. ഓക്കെ, ദേ ബിലോങ്സ് ടു ദ ബാക്ക്വേർഡ് കാസ്റ്റ് ഓഫ് ചമാർ. ഈ ചമാർ എന്ന് പറയുമ്പോൾ ഈ ആനിമൽസിന്റെ
ആനിമൽസിനൊക്കെ ബെറി ചെയ്യുക, എന്നിട്ട് അവരുടെ സ്കിൻ എടുത്തിട്ട് ഓരോന്നുണ്ടാക്കുക, അങ്ങനെയുള്ള ഒരു ലെതറൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുക, അങ്ങനെ ഒരു കാസ്റ്റാണ് ഈ ചമാർ കാസ്റ്റ് എന്ന് പറയുന്നത്. അവർ അൺടച്ചബിൾസ് ആണ്. അവർ അൺടച്ചബിൾസ് ആയിട്ടാണ് എല്ലാവരും ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഈശ്വർ ആൻഡ് ഓം പ്രകാശാണ് അവരുടെ ഈ ഒരു തൊഴിലിൽ നിന്നും മാറിയിട്ട് ടൈലറിങ് എന്നുള്ളൊരു തൊഴിലിലേക്ക് മാറിയിട്ടുള്ളത്. അത് എന്താ കാരണം എന്ന് വെച്ചാൽ ഈശ്വരന്റെയും നാരായണന്റെയും അച്ഛൻ, അവരുടെ ഫാദർ ഇവരെ ടൈലറിങ് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു മുസ്ലിം ടൈലർ ആയിട്ടുള്ള അഷ്റഫ് എന്നുള്ള ആളുടെ അടുത്തേക്ക് പറഞ്ഞേക്കും. ആൻഡ് അവിടുന്ന് ഇവർ ടൈലറിങ് പഠിക്കും. ആൻഡ് അവര് ഈ ഒരു അവരുടെ പരമ്പരാഗതമായിട്ടുള്ള അവരുടെ ജോലിയിൽ നിന്നും മാറിയിട്ട് ടൈലറിങ്ങിലേക്ക് തിരിയാണ്. അപ്പൊ ഇവരാണ് ഇതിലത്തെ അടുത്ത മേജർ ക്യാരക്ടേഴ്സ്, ഈശ്വറും ഓം പ്രകാശും. അപ്പൊ ഇവരെന്തുകൊണ്ടാണ് ഇവര് ദിനാദലാലിന് വയസ്സാവും തോറും അവരുടെ കാഴ്ചശക്തി കുറഞ്ഞു വരികയാണ്. അപ്പൊ അവർക്ക് ടൈലറിങ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരികയാണ്. സോ ഷീ ഡിസൈഡഡ് ടു ഹയർ സം അസിസ്റ്റൻസ്. അങ്ങനെ അത് കേട്ടിട്ടാണ് ഇവര് ദിനാദലാലിന്റെ അടുത്തേക്ക് വരികയാണ് അവരെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവരെന്തുകൊണ്ടാണ് അവരുടെ വില്ലേജിൽ നിന്നും വരുന്നത് എന്നുള്ളൊരു സ്റ്റോറി കൂടി ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു ഈശ്വറിന്റെയും ഓം പ്രകാശിന്റെയും വില്ലേജ് അവിടെ ഈ ചമാർ കാസ്റ്റിൽ പെടുന്നവർ അൺടച്ചബിൾസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അവിടെ ഉള്ള ഒരു വളരെ ഒരു ക്രൂരനായിട്ടുള്ള ഒരു വിക്കഡ് ആയിട്ടുള്ള ഒരു മാനാണ് താക്കൂർ ധരംസി എന്ന് പറയുന്നത്. അപ്പൊ ഈ താക്കൂർ ധരംസി എന്താ ചെയ്തതെന്ന് വെച്ചാൽ അയാളാണ് ഇവരുടെ ഈ ഒരു മിസ്ഫോർച്യൂണിന് മെയിൻ ആയിട്ട് കാരണം. ഈ താക്കൂർ ധരംസി ഇവരുടെ വില്ലേജിൽ അൺടച്ചബിൾസിന് വോട്ട് ചെയ്യാനുള്ള അധികാരമല്ല. അപ്പൊ അവരുടെ വോട്ട് ഇങ്ങനെയുള്ള വലിയ ആൾക്കാർ വന്നിട്ടാണ് ചെയ്യുക. അപ്പൊ അതിനെതിരെ ഈ നാരായൺ പ്രതിഷേധിച്ചു, അതായത് ഈശ്വറിന്റെ ബ്രദർ നാരായൺ പ്രതിഷേധിച്ചു. അതിന്റെ ഒരു ദേഷ്യത്തില് ഈ താക്കൂർ ധരംസി ഇവരുടെ ഫാമിലിനെ മൊത്തം കൊല്ലുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് ആകെ രക്ഷപ്പെട്ടത് ഈശ്വറും അയാളുടെ നെവ്യൂ ഓം പ്രകാശുമാണ്. അങ്ങനെ അവര് അവിടുന്ന് ശരിക്കും പറഞ്ഞാൽ അവിടുന്ന് ഒളിച്ചോടാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ അവർ ദിനദലാലിന്റെ അടുത്തേക്ക് ടൈലറിംഗിൽ അസിസ്റ്റ് ചെയ്യാന്നുള്ളൊരു ജോലിക്കായിട്ട് വരികയാണ്. ഓക്കെ, പിന്നുള്ളത് മാനേക്കാണ്. സോ മാനേക്ക് എന്ന് പറയുന്നത് ഒരു 18 year old ബോയ് ആണ്. സോ മാനക്ക് എന്ന് പറഞ്ഞാൽ അവരൊരു വെൽത്തി ഫാമിലി ആയിരുന്നു ആക്ച്വലി, ഈ മാനക്കിന്റെ ഫാമിലി. പക്ഷെ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം വന്നപ്പോൾ ഇവർക്ക് അവിടുന്ന് പോരേണ്ടി വരികയാണ്. പാകിസ്ഥാനിലുള്ളവരുടെ ലാൻഡ്സ് ഒക്കെ അവർക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെ അവർ ഇന്ത്യയിലെ ഹില്ലി റീജിയൻ കാശ്മീരിൽ വന്നിട്ട് സെറ്റിൽ ചെയ്യാണ്. അപ്പൊ അവരുടെ ലാൻഡൊക്കെ പോയിട്ട് അവർ പോവേർട്ടിയിൽ എത്തിയപ്പോഴും അവർ ഈ മാനക്കിന്റെ അച്ഛൻ ഒരു സോഡ ബിസിനസ് തുടങ്ങുകയും അവർ പിന്നെയും വെൽത്തിയൊന്നും ചെയ്യുന്നുണ്ട്. പക്ഷെ ഹിസ് ഫാദർ ഈസ് ഓൾവേസ് ലോസ്റ്റ് ഇൻ ദ പാസ്റ്റ്. ഓക്കെ, എപ്പോഴും പാസ്റ്റത്തെ മെമ്മറീസിലാണ് അവന്റെ ഫാദർ ഉള്ളത്. അതിൽ നിന്നും ഡിഫറെന്റ് ആണ് മാനക്കിന് എപ്പോഴും ഒരു പുതിയ ഇന്ത്യയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ളൊരു ഒപ്റ്റിമിസം ഉണ്ട് മാനക്കിന്. സോ എനിവേ മാനക്കും ഇപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ചാല് അയാള് ഈ ദിനയുടെ വീട്ടിലൊരു റെന്റർ ആയിട്ട് വരികയാണ്. അതായത് അവിടെ ഉള്ള ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ദിനയുടെ ഒരു ഫ്രണ്ടാണ് മാനക്കിന്റെ അമ്മ എന്ന് പറയുന്നത്. സോ അങ്ങനെ ദിനയുടെ ഈ ഒരു ഷാബി അപ്പാർട്ട്മെന്റ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാനക്ക് വരികയാണ്. അപ്പോൾ അതാണ് മാനക്കിന്റെ കഥ. അപ്പൊ ഈ മാനക്കും ഈശ്വറും ഓം പ്രകാശും ട്രെയിനിൽ വെച്ചിട്ട് മീറ്റ് ചെയ്യാണ്, വളരെ അപ്രതീക്ഷിതമായിട്ട് മീറ്റ് ചെയ്യാണ്. അങ്ങനെ അവർക്ക് മനസ്സിലാവും അവർ 3 പേരും ദിനയുടെ വീട്ടിലേക്കാണ് പോകുന്നത് എന്നുള്ളത്. അങ്ങനെ അവർ അപ്പം തന്നെ കമ്പനിയാവും. ആൻഡ് അവർ 3 പേരും ദിനയുടെ റെന്റഡ് അപ്പാർട്ട്മെന്റിലേക്ക് എത്തുകയാണ്. എനിക്ക് ഈശ്വറും ഓം പ്രകാശും ടൈലറിംഗ് അസിസ്റ്റ് ചെയ്യാനും മാനക്ക് അവിടെ നിന്നുകൊണ്ട് അവന്റെ ഡിപ്ലോമ ഒരു എയർ കണ്ടീഷനിങ് റെഫ്രിജറേഷൻ കോഴ്സാണ് അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എവിടേക്ക് എത്തുകയാണ്. സോ അങ്ങനെ അവര് ദിനയുടെ വീട്ടിലെത്തി. സോ ദിനയുടെ വീട്ടിലാണ് ഇപ്പൊ മാനക്ക് താമസിക്കുന്നത് ആസ് എ റെന്റർ. പക്ഷെ ആക്ച്വലി അവിടെ ചെയ്യണത് ഇല്ലീഗലാണ്. കാരണം ദിന അവിടെ താമസിക്കുന്നത് റെന്റിലാണ്. അപ്പൊ ആ റെന്റിൽ താമസിക്കുന്ന ഒരു അപ്പാർട്ട്മെന്റ് വേറൊരാൾക്ക് കൂടി റെന്റിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഇല്ലീഗലാണ്. ഓക്കെ, സോ ആക്ച്വലി ഷീ ഈസ് ഡൂയിങ് സംതിങ് ഇല്ലീഗൽ. അപ്പോൾ അങ്ങനെ ഒരു കേസാണ് അവിടെ വരുന്നത്. ഈ ഈശ്വറും ഓം പ്രകാശും ഈ സ്ട്രീറ്റ്സിൽ ഒരു ഹട്ടൊക്കെ ഇട്ടിട്ടാണ് താമസിക്കുന്നത്. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു നാഷണൽ ബ്യൂട്ടിഫിക്കേഷൻ പ്രോഗ്രാം, സ്റ്റേറ്റ് ഓഫ് എമർജൻസി പീരീഡിൽ നാഷണൽ ബ്യൂട്ടിഫിക്കേഷൻ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഈ സ്ലംസ് ഒക്കെ ഡിമോളിഷൻ നടക്കുകയാണ്, സ്ലംസ് ഒക്കെ എടുത്തു കളയാണ്. സോ വാട്ട് ഹാപ്പൻ, ഈശ്വരൻ ഓം പ്രകാശ് നിന്നിരുന്ന ഹട്ടൊക്കെ എടുത്തു കളി, അവർക്ക് കിടക്കാനൊരു സ്ഥലമില്ലാതാവും. അങ്ങനെ വേറൊരു വഴിയില്ലാതെ ഇവര് ദിനയുടെ റെന്റഡ് അപ്പാർട്ട്മെന്റിന്റെ പോർട്ടിക്കോല് അവര് താമസിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ എന്തായി, അവർ 4 പേരും ഇപ്പോൾ ഒരുമിച്ച് ദിനയുടെ അപ്പാർട്ട്മെന്റിലാണുള്ളത്. സോ ഇവര് ഇല്ലീഗലായിട്ടുള്ള ബിസിനസ്സാണ് ചെയ്യണത് എന്ന് കംപ്ലൈന്റ് കൊടുക്കുമെന്ന് പറയുമ്പോൾ ദിനയും ഇവര് ആക്ട് ചെയ്യും. അതായത് ദിനയുടെ ഹസ്ബൻഡാണ് ഈ പറയുന്ന ഈശ്വർ, അവരുടെ മക്കളാണ് ഓം പ്രകാശും മാനക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പിടിച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ അവരുടെ ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മാനക്കിന് ദുബായിൽ ഒരു ജോലി ഇട്ടിട്ട് മാനക് ദുബായിലേക്ക് പോകും. ഓക്കെ,
അങ്ങനെ ഈശ്വറും ഓംപ്രകാശും ദിനയും മാത്രമാകുകയാണ്. പിന്നെ ഓംപ്രകാശിന് ഒരു കല്യാണം കഴിപ്പിക്കണം എന്നുള്ളൊരു ഇതിൽ ഈശ്വറും ഓംപ്രകാശും അവരുടെ വില്ലേജിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. കാരണം ചമാർ കാസ്റ്റിൽ പെടുന്ന ഒരാൾക്ക് ആ കാസ്റ്റിൽ തന്നെ ഉള്ള ഒരു വുമണിനെ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർ അവരുടെ വില്ലേജിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. ഓക്കെ, ഇത്രയൊക്കെയാണ് ആദ്യത്തെ കുറച്ച് ഭാഗത്ത് നടക്കുന്നത്. ഓക്കെ, അങ്ങനെ ഈശ്വറും ഓംപ്രകാശും അവരുടെ വില്ലേജിലെത്തി. അപ്പൊ അവരെത്തിയ ടൈമിൽ അവിടെ ഈ ഒരു ഫോഴ്സ്ഡ് സ്റ്റെറിലൈസേഷൻ പ്രോഗ്രാം നടക്കുകയാണ്. ഈ ഒരു ഫോഴ്സ്ഡ് സ്റ്റെറിലൈസേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത് ഈ വില്ലേജിൽ നടത്തുന്നത് താക്കൂർ ധരംസിയാണ്. അയാളുടെ കീഴിലാണ് ഇത് നടക്കുന്നത്. അയാൾ അവിടെ ഒരു ഹെഡാണ്. ഓക്കെ, സോ താക്കൂർ ധരംസിക്ക് അയാളുടെ റിവെഞ്ച് എടുക്കാൻ പറ്റിയ ഒരു അവസരമായിട്ടാണ് ഇതിനെ കാണുന്നത്. പിന്നുള്ളൊരു കേസ് എന്ന് പറയുന്നത് ഈ വില്ലേജസിലൊക്കെ ഇത് നടത്തുന്നത് വളരെ വൃത്തിയില്ലാത്തൊരു നമുക്ക് പറയാം, അവരുപയോഗിക്കുന്ന ഓരോ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഒട്ടും ക്ലീൻ അല്ലാത്തതായിട്ടുള്ള സംഭവങ്ങളാണ്. സോ അങ്ങനെ ഇവര് രണ്ടുപേരെയും ഫോഴ്സ്ഡ് ആയിട്ട് ആ ക്യാമ്പിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ വെച്ചിട്ട് ഈ ഈശ്വറിന് ബ്ലഡ് പോയ്സണിങ് വരും. ഓക്കെ, ബിക്കോസ് ഓഫ് ദ അൺസാനിറ്ററി കണ്ടീഷൻസ് അയാൾക്ക് ഇത് വരികയാണ്. അയാൾക്ക് ബ്ലഡ് പോയ്സണിങ് വരും. അയാളുടെ ലെഗ്സ് ആംബ്യൂട്ട് ചെയ്യപ്പെടും. ഓക്കെ, ഓംപ്രകാശിന്റെ കേസിൽ ഓംപ്രകാശിന്റെ അടുത്ത് താക്കൂർ ധരംസിക്ക് കുറച്ചുകൂടി ദേഷ്യമുണ്ട്. കാരണം ഒരു വട്ടം ഇയാൾ പോകുന്ന വഴിയിൽ ഇവൻ സ്പിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ അയാള് അവിടുത്തെ ഡോക്ടേഴ്സിന്റെ അടുത്ത് പറയും ഇവനെ സ്റ്റെറിലൈസേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഇവനെ കാസ്ട്രേറ്റ് ചെയ്യാൻ പറയും. അതായത് ഇൻസ്റ്റെഡ് ഓഫ് വെസെക്ടമി ഇവനെ കാസ്ട്രേറ്റ് ചെയ്യാൻ പറയും. ഓക്കെ, സോ അവരുടെ മിസ്ഫോർച്യൂൺസ് അങ്ങനെ ഇതാവാണ്. അതായത് ഈശ്വറിന്റെ ലെഗ്സ് ആംപ്യൂട്ട് ചെയ്തു ആൻഡ് ഓംപ്രകാശ് കാസ്ട്രേറ്റഡ്. ഓക്കെ, അപ്പൊ അവന്റെ ഇനി കല്യാണം കഴിക്കാന്നുള്ളൊരു ചിന്ത മാറുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു മിസ്ഫോർച്യൂണിൽ അവർ തിരിച്ച് ദീനയുടെ അങ്ങോട്ട് തന്നെ വരികയാണ്. ഓക്കെ, അവർ ആ മുംബൈ സിറ്റിക്ക് തന്നെ വരികയാണ്. ആൻഡ് നൗ ദേ ആർ ബെഗേഴ്സ്. അവർ ബെഗേഴ്സായി മാറി. ഓക്കെ, കാരണം അവർക്ക് വേറെ വഴിയൊന്നുമില്ല. അപ്പൊ അവരുടെ ലൈഫ് അങ്ങനെയാവാണ്. ദുബായിൽ പോയിട്ടുള്ള മാനക് എന്ന് പറയുമ്പോൾ അവൻ പോയ സമയത്ത് അവന്റെ അച്ഛൻ മരിക്കും. ദെൻ അവന്റെ സിസ്റ്റേഴ്സ് കൊല്ലപ്പെടും. അതുപോലെ തന്നെ അവന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവിനാഷ് എന്ന് പറഞ്ഞിട്ട്. അവിനാഷ് ആയിരുന്നു അവന്റെ ഒരു നല്ലൊരു ഫ്രണ്ട്, ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത്. അവനും കൊല്ലപ്പെട്ടു എന്നുള്ള ന്യൂസൊക്കെ അവന് കിട്ടുകയാണ്. സോ അവനും തിരിച്ചു വരും. തിരിച്ചു വന്നിട്ട് ദിനേനെ വിസിറ്റ് ചെയ്യാൻ പോകുമ്പോഴാണ് മനസ്സിലാവുന്നത് ദിനേന ആ റെന്റഡ് അപ്പാർട്ട്മെന്റിൽ നിന്ന് അവര് ഒഴിച്ചു വിട്ടിട്ടുണ്ട്. ആൻഡ് അവളിപ്പോൾ അവളുടെ അബ്യൂസീവ് ബ്രദർ നുസ്വാന്റെ കൂടെയാണ് താമസിക്കുന്നത്. ഓക്കെ, സോ വളരെ മിസറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ്. കാരണം നുസ്വാനും അവന്റെ ഭാര്യയും ഇവളെ ഒരു സെർവന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ ഇതേ ഈ ദിനയും മാനക്കും കൂടി കാണും. അത് കഴിഞ്ഞിട്ട് മാനക്ക് തിരിച്ചു പോകുമ്പോഴാണ് സ്ട്രീറ്റ്സിൽ ഈ ഇവരെ കാണുന്നത്, ഈശ്വറിനെയും ഓംപ്രകാശിനെയും കാണുന്നത് ആസ് ബെഗേഴ്സ്. ആൻഡ് അവരുടെ കണ്ടീഷൻ അത്രയും ഫിൽത്തി ആയിരുന്നു, അത്രയും ഡേർട്ടി കണ്ടീഷൻസിലായിരുന്നു ദാറ്റ് ഇവൻ എന്താ പറയണ്ടേന്ന് അറിയില്ല. സോ അവൻ അവരെ കാണാത്ത പോലെ പോവാണ്. ബിക്കോസ് ഹി ഡസന്റ് നോ വാട്ട് ടു സേ ടു ദം ഓർ ഹൗ ടു ഫേസ് ദം. ഓക്കെ, അങ്ങനെ അവൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നു. അപ്പോൾ ട്രെയിൻ വരുന്നത് കാണുമ്പോൾ ബിക്കോസ് ഓഫ് ഓൾ ദിസ് തിങ്സ് റണ്ണിങ് ഇൻ ഹിസ് ഹെഡ് ഹി ജംപ്ഡ് ബിഫോർ ദിസ് ട്രെയിൻ. അങ്ങനെ അവൻ സൂയിസൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതൊന്നും അറിയാതെ ഈശ്വറും ഓംപ്രകാശും ദീനേനെ വിസിറ്റ് ചെയ്യാൻ പോകും. ദീന തന്റെ ബ്രദർ അവിടെ ഇല്ലാത്തൊരു ടൈം നോക്കി ഇവർക്ക് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. ആൻഡ് ഇങ്ങനെയുള്ളൊരു കണ്ടീഷനിലും അവരുടെ മനസ്സ് തുറന്ന് ചിരിക്കുന്നുണ്ട്. സോ ദാറ്റ് ഷോസ് ദ എൻഡ്യൂറൻസ് ഓഫ് എ ഹ്യൂമൻ ബീങ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചിരിക്കുന്നു. അവരവിടുന്ന് തിരിച്ചു പോകുന്നു. ഓക്കെ, ദിന വീണ്ടും അവിടെ ലൈഫ് കണ്ടിന്യൂ ചെയ്യുന്നു. ഇങ്ങനെയാണ് ഈ ഒരു നോവൽ അവസാനിക്കുന്നത്. അപ്പോൾ ആസ് ഐ സെഡ് ഏർലിയർ, ഈ നോവലിൽ ഫോർച്യൂൺസ് ആയിട്ട് ഒന്നും വരുന്നില്ല. എല്ലാവരുടെ ലൈഫും മിസ്ഫോർച്യൂൺസ് ആണ്. എവ്രി വൺ എൻഡഡ് അപ്പ് ലൈക്ക് ദാറ്റ്. ഓക്കെ, അതാണ് ഈ ഒരു നോവലിന്റെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഇസ് എ നോവൽ ഫുൾ ഓഫ് മിസ്ഫോർച്യൂൺസ്. എല്ലാ ക്യാരക്ടേഴ്സും അങ്ങനെയാണ് അവസാനിക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ ഈ ഒരു നോവലിന്റെ തീംസ് എന്തൊക്കെയാണ്? നമുക്ക് ഒന്ന് പറയാം, സ്റ്റേറ്റ് ഓഫ് എമർജൻസി, ആ ഒരു പീരിയഡിലുള്ള ഇന്ത്യയുടെ സോഷ്യോ പൊളിറ്റിക്കൽ കണ്ടീഷൻസ് ആണ്. പിന്നെ ഇവിടെ മുംബൈ സിറ്റിയും ഇന്ത്യൻ വില്ലേജസും തമ്മിലുള്ള ഒരു കോൺട്രാസ്റ്റ് കാണിക്കുന്നുണ്ട്. പിന്നെ എന്താണ്, കാസ്റ്റ് സിസ്റ്റം, അതുപോലെ തന്നെ അൺടച്ചബിലിറ്റി അത് കാണിക്കുന്നുണ്ട്. കറപ്ഷൻ ആൻഡ് വയലൻസ് ഡ്യൂറിങ് ദാറ്റ് പീരിയഡ്. പിന്നെ ബെഗേഴ്സ്, അതായത് ബെഗറിക്ക് വേണ്ടിയിട്ടുള്ള ഹ്യൂമൻ ട്രാഫിക്കിംഗ് വരുന്നുണ്ട്. റെസീലിയൻസ്, ഓക്കെ, ഡിറ്റർമിനേഷൻ, ഓക്കെ, സ്ട്രെങ്ത്, ഇതൊക്കെ നമുക്ക് ഇതിന്റെ തീംസ് ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, പിന്നെ ഈ ഒരു ടൈറ്റിൽ ഫൈൻ ബാലൻസ് എന്നുള്ള ഒരു ടൈറ്റിൽ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? അതായത് നമ്മൾ എന്തെങ്കിലും ഒരു മൈനർ ഇവന്റ് ഉണ്ടായാൽ തന്നെ നാച്ചുറൽ ഓർഡർ ഓഫ് ദ തിങ്സ്, ഓക്കെ, അത് ചേഞ്ച് ആവും. ഓക്കെ, ഈവൺ എ മൈനർ ഇവന്റ് ക്യാൻ ഡിസ്റ്റർബ് ദ നാച്ചുറൽ ഓർഡർ ഓഫ് ദ തിങ്സ്. അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു സൊസൈറ്റിയിൽ കറക്റ്റ് എമൗണ്ടിൽ എക്സിസ്റ്റ് ചെയ്യുക, അതും ഈ ഒരു ടൈറ്റിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഈ ഒരു ഫൈൻ ബാലൻസ് ഇസ് ആക്ച്വലി എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്.
ഓക്കെ, അതായത് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അതിനെതിരെ എന്താണ് ഒരു ഹാപ്പിനെസ്, ഒരു പോസിറ്റിവിറ്റി ആൻഡ് ഒപ്റ്റിമിസം, അങ്ങനെ ഒരു കാര്യം ഉണ്ടാക്കുക എന്നുള്ളത്, അങ്ങനെ ഒരു ഫൈൻ ബാലൻസ് എന്ന് പറയുന്നത് നമുക്കൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡായിട്ടും പറയാൻ പറ്റും. സോ വാട്ട് എവർ ബി ദ സർക്കംസ്റ്റാൻസസ്, എത്ര ഡെസ്പയർ ഉണ്ടെങ്കിലും ഇപ്പോൾ എത്ര ഡിസ്ഗസ്റ്റിംഗ് ആയിട്ടുള്ള സർക്കംസ്റ്റാൻസസിലും നമ്മുടെ പോസിറ്റിവിറ്റി ആൻഡ് ഒപ്റ്റിമിസത്തിൻ്റെ ഒരു ബാലൻസ് അവിടെ ഉണ്ടായിരിക്കണം. ദാറ്റ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഇസ് ആക്ച്വലി വാട്ട് ദ ടൈറ്റിൽ റെഫേഴ്സ് ടു. സോ ദിസ് ഈസ് ദ നോവൽ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു നോവലിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വൈകാതെ തന്നെ വരും. അതുവരെ എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കുക. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് അവർ ചാനൽ. ഓക്കെ, സോ താങ്ക് യു.